CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ED അന്വേഷണത്തിനെതിരായ CMRL കമ്പനിയുടെ അപ്പീൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കും. ED അന്വേഷണം അടിയന്തരമായി തടയണം എന്നുള്ളതാണ് CMRLന്റെ ആവശ്യം. അതേസമയം CMRLന്റെ അപ്പീലിനെ ഹൈക്കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് EDയുടെ നീക്കം. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, CMRL ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ED ആകട്ടെ അതിനെ വളരെ ശക്തമായി തന്നെ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ എതിർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. CMRLന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്ന വാദങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാമാണ് CMRL ഈ ഒരു സ്റ്റേ നേടിയെടുക്കുന്നതിന് ആയി അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ED അന്വേഷണം ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ തുടരാമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. ഇതിന് പിന്നാലെ അടുത്ത ദിവസം തന്നെ ED ഈ വീണ വിജയൻ അടക്കമുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 12ലേറെ കേന്ദ്രങ്ങളിലാണ് EDയുടെ പരിശോധന നടന്നത്. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് CMRL കരിമണൽ കമ്പനിയായ CMRLന്റെ MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ED അന്വേഷണം തടയണം എന്നുള്ളതാണ്. മാത്രമല്ല ഡിവിഷൻ ബെഞ്ചിന്റെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് റദ്ദാക്കണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. CMRLന്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ, അതായത് ഈ സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം SFIOയുടെ അന്വേഷണം തുടരുകയാണ്. അതിനിടയിൽ അതിന് സമാന്തരമായി ED അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് CMRL മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഇടപാട് എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ED അന്വേഷണം നിലനിൽക്കില്ല എന്നുകൂടി CMRLന്റെ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഏതായാലും നാളെ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. ഡൽഹിയിൽ നിന്നൊരു മുതിർന്ന അഭിഭാഷകനെ, സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകനെ എത്തിച്ച് ഈ കേസിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ CMRL ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ EDയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഹർജിയിൽ തിങ്കളാഴ്ച വിധി വന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തെളിവുകൾ ഒരു മുദ്രവെച്ച കവറിൽ ED കോടതിക്ക് നൽകും എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ EDക്ക് ചില തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ മുദ്രവെച്ച കവറിൽ ED നൽകുകയും ചെയ്യും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരിക്കും EDക്ക് വേണ്ടി നാളെ ഹൈക്കോടതിയിൽ ഹാജരാവുകയും ചെയ്യുക. ഏതായാലും ശക്തമായി ഈ CMRLന്റെ ഹർജിയെ എതിർക്കാൻ തന്നെയാണ് ഇപ്പോൾ EDയും തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലേക്ക് ഇപ്പോൾ ED കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ കഴിഞ്ഞ ദിവസം ഈ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളുടെ വിശദമായ പരിശോധന EDയുടെ ഉദ്യോഗസ്ഥർ തുടരുകയാണ്. ബാങ്ക് രേഖകളടക്കം അത്തരത്തിൽ പരിശോധിക്കുകയാണ്. ഈ വീണ ടിയുടെയും അതുപോലെ തന്നെ CMRL MD ശശിധരൻ കർത്തയുടെയും മൊബൈൽ ഫോണുകൾ ED പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ, ഈ പണം എവിടെ നിന്ന് വന്നു, അതിൻ്റെ സ്രോതസ് എന്താണ് എന്നതടക്കം 2.78 കോടി രൂപയോളം ഈ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക്, അത് എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും വീണ ടിക്കുമായാണ് ആ പൈസ വന്നത്. അതെല്ലാം ഇതിൻ്റെ സ്രോതസ് എങ്ങനെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ED വിശദമായ പരിശോധന ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വീണ ടിക്ക് ED സമൻസ് അയക്കും, ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അന്വേഷണം വളരെ ഊർജിതമായി ED കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നാളെ ഈ അന്വേഷണത്തിനെതിരായ അപ്പീൽ, CMRL നൽകിയ അപ്പീലും പരിഗണനയ്ക്ക് വരുന്നത്.
ശരി ആന്റണി, വ്യക്തമാണ്. എന്തായാലും CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വളരെ നിർണായകമായൊരു ദിവസമാണ് നാളെ. ഇനി മുന്നോട്ടുള്ള EDയുടെ നീക്കങ്ങൾ, അതുപോലെ തന്നെ ഈ വീണ ടി വിജയനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും സമൻസ് അയക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ, ഇവയെല്ലാത്തിനുമുള്ള ഒരു തുടർ നടപടികളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അടക്കമുള്ള വളരെ ശക്തരായ അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് അന്വേഷണം തടയുക, സ്റ്റേ വാങ്ങിയെടുക്കുക എന്നുള്ള നീക്കമാണ് CMRL നടത്തുന്നത്. അതേസമയം ഈ ഒരു ED റെയ്ഡിനെത്തിയപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ അതിക്രമം, ED ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം ആക്രമിച്ച് അന്വേഷണം, ഈ ഒരു റെയ്ഡ് തടയാൻ വരെ ശ്രമിച്ച രീതിയിലുള്ള ആ അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് EDയുടെ ശ്രമം. എന്തായാലും നാളെ എന്തായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി എന്നുള്ളത് ഇരു കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.